റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാപ്പകൽ കടയടപ്പ് സമരത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. KDPDS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണത്തിനുള്ള കോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംയുക്ത സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ധാരാളം ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും 4 ഡിമാൻഡുകൾ പ്രധാനമായും ഉള്ള 4 ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് 8, 9 തീയതികളിൽ ജൂലൈ മാസം 8, 9 തീയതികളിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ 2 ദിവസത്തെ രാപ്പകൽ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയം രാവിലെ 8 മണിയാണ്. അപ്പോൾ 8-ാം തീയതി രാവിലെ 8 മണിക്ക് ഞങ്ങളുടെ സമരപരിപാടി ആരംഭിക്കും. 9-ാം തീയതി വൈകുന്നേരം 7 മണിയാണ് റേഷൻ കടകൾ അടയ്ക്കുന്ന സമയം. 9-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് സമരം അവസാനിപ്പിക്കും. ഇപ്പോഴത്തെ ഒരു പദ്ധതി അനുസരിച്ച് അതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സമരത്തിന്റെ ഒന്നാമത്തെ ഡിമാൻഡ് കഴിഞ്ഞ 6 കൊല്ലമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന വേതന പാക്കേജിന്റെ പരിഷ്കരണം. രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടുമെന്നും നേതാക്കൾ പറഞ്ഞു. 14,300 വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് സമരരംഗത്തുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, അഡ്വക്കേറ്റ് G. കൃഷ്ണപ്രസാദ്, കാടാമ്പുഴ മൂസ, T. മുഹമ്മദ് അലി, KB ബിജു, G. ശശിധരൻ, C. മോഹനപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു.